സുഹൃത്തുക്കളെ എന്ത് സംഭവം അറിയോ? റബീഉൽ അവ്വൽ 12 നബിദിനാണ്. നമ്മൾ ഈ ഒരു മുണ്ടമ്പ്ര താഴത്തുമുറി എന്ന പ്രദേശത്ത്, നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുണ്ടമ്പ്ര അരീക്കോട് മുണ്ടമ്പ്ര താഴത്തുമുറി എന്ന പ്രദേശത്ത് ആ നബിദിന ഘോഷയാത്ര ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവർ നല്ല ജ്യൂസ്, ഒരു വെറൈറ്റി ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് ആ നബിദിനത്തിന് വരവേൽക്കാൻ പരിപാടി കേട്ടോ. അപ്പോൾ സംഭവം നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ നബിദിനം എടുത്ത് എത്താറായിട്ടോ. അപ്പോൾ നമുക്കിതിന് ഘോഷയാത്രയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഘോഷയാത്ര അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, മുണ്ടമ്പ്രത്ത് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവത്തിൽ എന്താ അറിയോ, ഒരു നല്ലൊരു പരിപാടിയാണ്. കാരണം വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും, നമ്മളെ മലപ്പുറം ജില്ല എല്ലാ സ്ഥലങ്ങളിലും നബിദിനം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിനത്തിൽ നമ്മൾ മുണ്ടമ്പ്ര താഴത്ത് നിന്ന് ഘോഷയാത്ര വരുന്നു. ഇതാ നമ്മളെ എളാപ്പ സജീവാണ്. നബിദിനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് എളാപ്പട്ടോ. എല്ലാ പരിപാടിക്കും മുൻപന്തിയിലുണ്ടാവും എളാപ്പ. നബിദിന ഘോഷയാത്ര നമ്മൾ വരവേൽക്കാൻ പോവാണ്. ഇങ്ങനെ പരിപാടി കിട്ടാറില്ലേ? അങ്ങനെയുണ്ട് പരിപാടിയൊക്കെ. നഴ്സറി വിദ്യാർത്ഥികളുടെ കലാ പ്രോഗ്രാമുകളും തുടർന്ന് 4 മണിയോടുകൂടി മദ്രസ വിദ്യാർത്ഥികൾ മാറ്റിവെക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രേമികളുടെയും സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ഉള്ളേരിയാണ്. അപ്പോൾ ടൗൺ ഏരിയ കുറവാണ്. അപ്പോൾ കുറേ ഉള്ളേരി കൂടെ സ്വീകരണം ഏറ്റുമായിട്ട് നല്ല കുട്ടികൾ അടിപൊളി ഡെപ്പൊക്കെ ഇങ്ങനെ വരുന്ന ആ സുന്ദരമായ നിമിഷങ്ങൾ കാണാൻ പോകുന്നുണ്ടോ. സ്റ്റെപ്പ് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ കുറച്ച് കുട്ടികൾ, അതിൻ്റെ ബാക്കിലാണ് മുതിർന്ന ആളുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. ഒരുപാട് മുതിർന്ന ആളുകൾ ഈ ഒരു ഘോഷയാത്ര, ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഒരുപാട് പ്രായം ചെന്ന 10, 75, 80 വയസ്സൊക്കെ ആളുകൾ ഈ ഘോഷയാത്ര അണിനിരക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സുന്ദരമായ ഒരു നിമിഷമാണ് ഇത് കാണുന്നത്. അസ്സലാമു അലൈക്കും. എന്താ റാത്തല്ലേ? ഘോഷയാത്രയൊക്കെ എപ്പോൾ തുടങ്ങി? 8 മണിക്ക് തുടങ്ങി. എങ്ങനെയുണ്ട് സ്വീകരണമൊക്കെ? സ്വീകരണം ഉഷാറല്ലേ? ആ, എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. കാരണം ചെറിയൊരു നാട് ഒത്തൊരുമിച്ചിട്ട് ഒരു മീലാദ് പിന്നെ ഘോഷയാത്ര ആഘോഷിക്കുകയാണ് ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ, അതേമാതിരി കുറെ കൊച്ചു കുട്ടികളുണ്ട്. ഇതിനകത്ത് ചെറിയ കുട്ടികൾ ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ മോനെ? സാറല്ലേ? ആ, അപ്പോൾ അങ്ങനെ വെച്ചാൽ ഒരുപാട്. കാരണം വെച്ചാൽ ഈ ഒരു ഘോഷയാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടൊരു പരിപാടിയാണ്. ആ തല മുതൽ നിങ്ങൾ കണ്ടോ, ആളുകൾ ഇങ്ങനെ അണ്ണിയായിട്ട് വരുന്നത്. അപ്പോൾ എന്താ അറിയോ, ഇതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ്. കാരണം വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ അതേമാതിരി ഹൈന്ദവ സുഹൃത്തുക്കൾ ഒരുപാട് ഈ ഘോഷയാത്ര വരവേൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയ ആണ് ഇട്ടത്. അപ്പോൾ സംഭവത്തിൽ എന്താ അറിയോ, ഇതൊരു വെറൈറ്റി ജ്യൂസാണ്. കാരണം വെച്ചാൽ ഈ ഒരു ജ്യൂസിൻ്റെ വെച്ചാൽ ഇവർ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കി എന്താ വെച്ചാൽ നമ്മളെ മത്തൻ ഉപയോഗിച്ചിട്ടാണ് ഈ ജ്യൂസിൽ. മത്തന്, മിൽക്ക് മേഡ്, പാല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചൊരു അടിപൊളി ജ്യൂസാണ് ഇത്. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് എല്ലാവരും എന്താ പറയുക, എല്ലാവരും വളരെ സജീവമായിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. സുഹൃത്തുക്കളെ, നമ്മളെ ഘോഷയാത്രയൊക്കെ അതിമനോഹരമായിട്ട് അവസാനിച്ചപ്പോൾ എന്താ പറയുക, ഒരു ഘോഷയാത്ര നബിദിനത്തിൻ്റെ ഒരു ഗംഭീരമായ പരിപാടിയാണ് മുണ്ടമ്പ്ര ഭാഗത്തുള്ള ആളുകൾ നടത്തിയത്. എല്ലാ പ്രദേശത്തെക്കാട്ടിലും വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ ഘോഷയാത്രയും അവരുടെ ദഫും അവരുടെ എല്ലാ അറവാനക്കളിയും നാട്ടുകാർക്കും
മറ്റു ആളുകൾക്കൊക്കെ വളരെ കൗതുകമായ അവരുടെ പ്രവർത്തനം. ഞാൻ ഈ ഘോഷയാത്ര കണ്ട പ്രത്യേകം തരും, നാട്ടിലെല്ലാവരും ഉണ്ട്. എല്ലാ ആൾക്കാരും മുതിർന്ന സ്ത്രീകൾ ഒഴിവായിട്ട് ബാക്കിയുള്ള എല്ലാ കൊച്ചു കുട്ടികളും വലിയവരും എല്ലാവരും ഈ ഘോഷയാത്ര, അതൊരു ഒരുമയല്ലേ അല്ലേ? നാടിൻ്റെ ഒരുമയാണ് ആ ഈ സമൂഹത്തിൻ്റെ ഒരു പുതിയ ഒരു തലമുറൻ്റെ ഒരു ഒരുമ. നമ്മളിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നബിദിന ഘോഷയാത്ര ആഘോഷിക്കുകയാണ്. പല ഘോഷയാത്ര നമ്മൾ കണ്ടിട്ട് ഇതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവരും പങ്കെടുപ്പിച്ചിട്ട് ഒരു ഘോഷയാത്ര അല്ലേ, എല്ലാവരും പങ്കെടുപ്പിച്ചിട്ട് ഒരു ഘോഷയാത്രയാണ്. നല്ലൊരു സംഭവമാണ്. അത് മത്തൻ അല്ലേ? അല്ല, നമ്മളെ നാടൻ മത്തൻ ജ്യൂസ് അടിച്ച് പുഴുങ്ങി ജ്യൂസ് അടിച്ച് അതിൽ അട്ടിപ്പരിപ്പും പിന്നെ അതുപോലെ തന്നെ പിന്നെ തണുപ്പ് വരാൻ വേണ്ടിയിട്ട് ഐസൊക്കെ ഇട്ടിട്ട് നല്ല നല്ല തന്നെ വളരെ വെറൈറ്റി എല്ലാം കൊണ്ട് വ്യത്യസ്തമായ പരിപാടി നമ്മൾ നല്ല രസമല്ല ജ്യൂസാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ മനോഹരമായ നബിദിന ഘോഷയാത്രൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണേ. കാരണം വെച്ചാൽ നിങ്ങൾ കണ്ട നല്ല ഒരു നാട് ഒത്തൊരുമിച്ചിട്ട് നല്ലൊരു ഘോഷയാത്ര, നല്ലൊരു അടിപൊളി പരിപാടി എല്ലാവരും ഉണ്ട്. അവർക്കുള്ള പിന്നെ നല്ല വെറൈറ്റി ജ്യൂസൊക്കെ കൊടുത്ത്, നല്ല അടിപൊളി മത്തനോടൊരു ജ്യൂസൊക്കെ അടിച്ച് അവർക്ക് വെറൈറ്റി ജ്യൂസൊക്കെ കൊടുത്ത് നല്ലൊരു സംരംഭമാണ്, നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു നല്ലൊരു നബിദിന ഘോഷയാത്രൻ്റെ വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും